നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പയാണ്. കുമ്മിണി പച്ച, മുറിയൻ പച്ച, കാട്ടപ്പ എന്നൊക്കെയാണ് നാട്ടിൻപുറങ്ങളിൽ ഇതിനെ പറയാറുള്ളത്. ആസ്ട്രേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം അഗ്രാറ്റം കോണിസോയിഡ്സ് എന്നാണ്. സുരസാദി ഗണത്തിലും അതുപോലെ കാട്ടപ്പ തൈലത്തിലുമൊക്കെ ഉള്ളൊരു ചേരുവയാണ് ഈ അപ്പ. കാട്ടിലും നാട്ടിലുമൊക്കെ ആണ്ടുതോറും വർഷകാലത്തുണ്ടാവുകയും വേനൽക്കാലത്ത് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന ഈ അപ്പ ഔഷധമൂല്യത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള വിത്തുകൾ വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്താറുള്ളത്. ഏകദേശം 3 അടിയോളം ഉയരത്തിലാണ് ഈ അപ്പച്ചെടി വളർന്നു വരാറുള്ളത്. ഇതിൻ്റെ താഴത്തെ ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു. അതിന് പച്ച നിറമാണുള്ളത്. എന്നാൽ മുകളിലേക്ക് വരുമ്പോൾ ഒരു മഞ്ഞ കുത്തുകളോട് കൂടിയിട്ടാണ് ഇലകൾ കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ പുഷ്പമഞ്ജരി അഗ്രത്തിൽ കാണുന്നു. പുഷ്പത്തിന് മഞ്ഞ നിറമാണുള്ളത്. ഇതിൻ്റെ ഇലയുടെ നീര് വ്രണങ്ങളിൽ നിന്ന് രക്തം വാർന്നു പോകുന്നതും അതുപോലെ അർശസ്, ബുധഭ്രംശം എന്നീ അസുഖങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു. അതേപോലെ ഇതിൻ്റെ വേര് കല്ലുരുക്കുന്നതിനും അതുമാതിരി വിശപ്പ് നല്ലപോലെ ഉണ്ടാകുവാനും ഒക്കെ ഉപയോഗിച്ചു വരാറുണ്ട്. ഹൃദയത്തിന് പഥ്യമായ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ കാട്ടപ്പം കമ്മ്യൂണിസ്റ്റ് അപ്പ അല്ല കേട്ടോ, അതൊന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഏകദേശം ചില ഗുണങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഇത് വാതകപശമനാണ്. ഇത് ഈ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് കക്കൂസ് പോയി കഴിഞ്ഞാൽ മലദ്വാരം കീഴ്പ്പെട്ട് ഇറങ്ങി വരുന്ന അസുഖമുണ്ട്. അങ്ങനെ വരുന്ന അസുഖത്തിൽ ഈ കാട്ടപ്പട നീര് തേൻ ചേർത്ത് പരട്ടിയിട്ട് ഉള്ളിലേക്ക് ആക്കാൻ പറയും. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് കുറയും. പിന്നെ ഈ മൂലക്കുരു ഉള്ള ആൾക്കാർക്ക് അത് വേദനയുള്ള കണ്ടീഷനിൽ ഈ കാട്ടപ്പ കഷായം വെച്ചിട്ട് അതിൽ ഇറങ്ങിയിരിക്കാൻ പറയും. അപ്പോൾ അത് പെട്ടെന്ന് കുറയും. പിന്നെ ദുർലഭം ചില ഈ കാട്ടപ്പട ഇല ഇട്ടിട്ട് മൂപ്പിച്ച് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ കരികരുത്ത ചില ചൊറികളുണ്ട്, അത് കുറയും.